അപ്പോൾ പ്രകാശം നമുക്ക് അനിവാര്യമാണ്. അള്ളാഹിൻ്റെ പ്രകാശം നമ്മെ വലയം ചെയ്യുകയാണെങ്കിൽ, നമ്മെ പൊതിയുകയാണെങ്കിൽ അന്നത്തെ ദിവസത്തിൽ നാം രക്ഷപ്പെട്ടു. അതുകൊണ്ട് പ്രകാശം പൊതിയാനുള്ള മാർഗങ്ങളിൽ പെട്ടതാണ് ഏത്? നാം കേട്ട് പരിചയമുള്ള ഹദീസ് ഉണ്ടല്ലോ, ആരെങ്കിലും മൻ സല്ലൽ ഫജ്റ ഫീ ജമാഅ, ഫജ്ർ നമസ്കാരം ഒരാൾ ജമാഅത്തോടു കൂടി പള്ളിയിൽ വെച്ചിട്ട് നമസ്കരിക്കുകയാണെങ്കിൽ അവൻ എന്തായി? ഫീ ദിമ്മത്തില്ലാ, അവൻ അള്ളാഹിന്റെ കസ്റ്റഡിയിലാണ്. അന്ന് വൈകുന്നേരം വരേക്കും അവൻ അള്ളാഹിന്റെ കസ്റ്റഡിയിലാണ്, അള്ളാഹിന്റെ ദിമ്മത്തിലാണ്. അള്ളാഹിന്റെ ദിമ്മത്തിലൊരാൾ പെട്ടാൽ പിന്നെ അവന് ഭയപ്പെടേണ്ടതുണ്ടോ? ഇത് ഭൗതികമായി കിട്ടുന്ന താൽക്കാലിക നേട്ടമാണ്. അല്ലാത്ത നേരെ മറിച്ച് ചിന്തിച്ചു നോക്കുക. ഒരാൾ പോത്തുറങ്ങുന്നത് പോലെ സമയസ്കാര സമയത്ത് ഉറങ്ങുകയാണെങ്കിലോ അവനെ അള്ളാഹുവിന്റെ അനുഗ്രഹം പൊതിയൂല. അന്നേരത്തെ ദിവസത്തിൽ അവന് നൂറില്ല. അതുകൊണ്ടാണ് ഷാഫി ഇമാമിനെ പോലത്തവർ പറഞ്ഞത് എന്ത്? നെഹ്സുള്ള ദിവസം അവൻ അതാണ്. എന്തുകൊണ്ട് നെഹ്സ് പിടിപെടുന്നു? എന്താണ് നെഹ്സ് എന്ന് പറഞ്ഞാൽ? നെഹ്സ് ലക്ഷണക്കേടാണ്. ഒരു മനുഷ്യന് ലക്ഷണക്കേട് എപ്പോഴുണ്ടാകുന്നു? അവൻ ചെയ്യുന്ന ക്രൂരകൃത്യത്തിലൂടെ ഉണ്ടാകുന്നു. ക്രൂരകൃത്യത്തിൽ പെട്ടതല്ലേ രാത്രി മുഴുവനും ഉറങ്ങാനുള്ള അനുഗ്രഹം റബ്ബ് നൽകി. എടാ, നിനക്ക് ഒരു ദിവസം ശരിക്കും ഉറങ്ങാൻ സാധിക്കാതിരുന്നാൽ തലൻ്റെ വൈറ്റ് പറയേണ്ട ആവശ്യമുണ്ടോ? അത് 2 ആയാൽ എന്തായിരിക്കും? പിന്നെ 3 ആയാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഉറക്കില്ലാത്തവർ മാനസിക രോഗികളായി മാറുന്നു. ഉറങ്ങാൻ സാധിക്കാതെ വരുന്ന രോഗികൾ ഭ്രാന്തന്മാരായി മാറുന്നു. അവർക്ക് പിന്നെ നൽകൽ ഭ്രാന്ത ഹോസ്പിറ്റലിലുള്ളതായ ഗുളികയാണ്. നിങ്ങൾക്കറിയാവുന്നത് പോലെ അല്ലേ? ഭ്രാന്ത ഹോസ്പിറ്റലിലുള്ള ഗുളികയാണ് അവരുടെ ഗുളിക, ഉറക്കം വരാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉറക്ക് മാത്രം ചിന്തിച്ചാൽ അനുഗ്രഹം അള്ളാഹിന്റെ 100 1000 അല്ല, എണ്ണാൻ പറ്റാത്ത. അള്ളാഹ് പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് കൈകൊണ്ട് എണ്ണാൻ നിങ്ങൾ ഒരുങ്ങിയാൽ, കൈകൊണ്ട് എണ്ണാൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾക്കത് ക്ലിപ്തമാക്കാൻ, കൃത്യമാക്കാൻ, എണ്ണി തീർക്കാൻ പറ്റുക തന്നെ ഇല്ല കൂട്ടരെ. അള്ളാഹ് പറയാണ് നമുക്ക് എണ്ണി തീർക്കാൻ പറ്റൂല. അത്രയും അനുഗ്രഹങ്ങൾ അള്ളയല്ലേ നമ്മെ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ റബ്ബിനോട് രാവിലെ ഉണരാതെ നന്ദി കേട് കാട്ടാന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അവനേക്കാൾ വലിയ. അതുകൊണ്ടായിരിക്കാം റസൂലിൻ്റെ വാക്ക് തന്നെ വന്നത് എന്ത്? ആരെങ്കിലും മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായുള്ള വ്യത്യാസം നമസ്കാരത്തിലൂടെയാണ് കാട്ടേണ്ടത്. ഒരാള് ആ നമസ്കാരം കൃത്യമായിട്ട് ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഫഖദ് കഫറ, അവൻ കാഫറായി മാറുന്നു, നന്ദികേട് കാട്ടിയവനായി മാറുന്നു. ഇതിനേക്കാൾ വലിയ നന്ദികേട് വേറെന്താണുള്ളത്? രാവിലെ ഈ അനുഗ്രഹങ്ങൾ പൊതിഞ്ഞ റബ്ബിന് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് തല താഴ്ത്തിയിട്ട് വെച്ചില്ലെങ്കിൽ അവനേക്കാളും വലിയ നന്ദി കെട്ടവൻ വേറെയില്ല. അതുകൊണ്ട് സുബഹി നമസ്കാരം മാത്രം ഞാൻ പറയുന്നത് നമ്മിൽ നിന്നിട്ട് പലപ്പോഴും വീഴ്ച വരാറുള്ളത് അതിലാണ്. പലപ്പോഴും പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ് നമസ്കാരം ഖളാക്കിയാൽ പിന്നെ നിസ്കരിക്കാൻ. അങ്ങനെ ഒരു സമ്പ്രദായം ഇസ്ലാമിലില്ല. ഇസ്ലാം അനുവദിച്ചതായ ഒഴിവ് കിഴിവ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഉറക്കം പറഞ്ഞതുകൊണ്ട് ചില ആൾക്കാർ ഉറങ്ങി എപ്പോൾ ഉണരുന്നു അപ്പോൾ നിസ്കരിക്കാനാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ മനസ്സിലാക്കിയവർ പലരും ഉണ്ട്. ഫോണിൽ നിന്നിട്ട് മനസ്സിലാക്കാൻ പറ്റുകയാണ്. പട്ടണം പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ സൗദി അറേബ്യയുടെ പല പട്ടണത്തിൽ നിന്നിട്ട് ഫോൺ വരുമ്പോൾ ഫോണിലൂടെ ചോദിക്കാറുള്ളത് ഉറങ്ങുക എന്നത് ഒഴിവ് കിഴിവല്ലേ, ഉറങ്ങി എണീറ്റതിന് ശേഷം നിസ്കരിച്ചാൽ പോരെ. ഉറങ്ങുക എന്നത് ഒഴിവ് കിഴിവാണ് എന്ന ആ ഉദിർ പഠിക്കുമ്പോൾ അതോടൊപ്പം ഒരാൾ ഉറങ്ങുന്ന വേളയിൽ ഉണരാനുള്ള മാധ്യമം ഉണ്ടാക്കി ഉറങ്ങണമെന്ന് ഇസ്ലാം കൽപ്പിച്ചതും പഠിക്കണം. ആ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ശേഷം മാധ്യമങ്ങളോട് കൂടി തന്നെ ഉണരാൻ പറ്റാത്തതായ ഒരു അന്തരീക്ഷം അതെപ്പോഴാണ്? ക്ഷീണത്തിന്റെ കടുപ്പം കൊണ്ടോ രോഗം കാരണത്താലോ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു പോവുകയാണെങ്കിൽ അതെപ്പോഴാണ് വരിക? ഒരു കൊല്ലത്തിൽ അല്ലെങ്കിൽ നമ്മളെപ്പോലത്തെ ശേഷി കെട്ടവരുടെ ജീവിതത്തിൽ ഒരു മാസത്തിൽ ഒരു ദിവസമോ 2 ദിവസമോ വരിക. ഇത് ദൈനംദിനം തന്നെ കാട്ടാം. ഞാൻ എന്നെ ദൈനംദിനം കാണുന്ന പല സുഹൃത്തുക്കളോട്, അറബികളല്ല സുഹൃത്തുക്കളോട് ചോദിച്ച കാര്യങ്ങൾ ഞാൻ അവിടെ പറയാറുണ്ട്. പെട്ടെന്ന് ഞാൻ ആദ്യം ചോദിക്കൽ അതാണ്, അവരെ കാണുമ്പോൾ സ്വയം നിസ്കരിച്ചു എന്ന്. അങ്ങനെ ഒരാഴ്ച ചോദിക്കുകയാണെങ്കിൽ 5 ഡ്യൂട്ടി ദിവസത്തിൽ ഒരു ദിവസമെങ്കിലും സ്വയം നിസ്കരിച്ചു എന്ന് മറുപടി കിട്ടാത്തവർ എനിക്ക് പരിചയമുണ്ട്. ഇങ്ങനെ പരിചയമുള്ളത് കൊണ്ട് ഖേദം കൊണ്ട് ഞാൻ പറയാണ്, ഒരു ദിവസമെങ്കിലും, ഒരു മാസത്തിൽ 1-2 ദിവസമൊക്കെ ഞാൻ നമസ്കരിച്ചു നിങ്ങിട്ട് വന്ന് പറയലാണ് മൂപ്പര്. കാരണം എന്നും ചോദിക്കുമ്പോൾ ഇല്ല എന്ന മറുപടി എനിക്ക് കേട്ട് വേദനയുള്ളത് കൊണ്ട് ആ വേദന തീർക്കാൻ വേണ്ടി മൂപ്പര് 1-2 ദിവസം ഒരു മാസത്തിൽ സ്വയം നിസ്കരിച്ചാൽ പറയാറുള്ളതാണ്.
അതും ജമാഅത്തോടു കൂടിയല്ല. പിന്നെയോ 6:30 മണിക്കോ 6 മണിക്കോ 6:15 ലാസ്റ്റ് ആ പിശാചിന് പൂജിക്കുന്നവരുടെ ടൈം നോക്കി നിസ്കരിക്കുക. ഇത് പിശാചിനെ പിശാചിനല്ല, സൂര്യനെ പൂജിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ആരാണ് പൂജിക്കുക? ആരാണ് അതിൻ്റെ പിന്നിൽ അണിനിരക്കുക? നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അല്ലേ, സൂര്യപൂജക്കാർ, ചന്ദ്രപൂജക്കാർ. അവരൊക്കെ കാട്ടും പോലെയാണ് തല അട്ടിമറിയുന്ന രൂപത്തിൽ പെട്ടെന്ന് ഏറ്റവും വലിയ സൂറത്ത് ഇന്നഅതൈനാക്കൽ കൗസർ അത് ഓതിയിട്ട് സ്വബഹ് പാസ്സാക്കും. സ്വബഹ് പേരെന്നെ ഖുർആനിൽ പറഞ്ഞത് എന്താണ്? ഖുർആനൽ ഫജ്ർ. ഖുർആനൽ ഫജ്ർ, ഫജ്ർ ഖുർആൻ. ഈ രണ്ട് പദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞ എന്താ പറഞ്ഞതെന്ന്. ഫജ്ർ ഖുർആനുമായുള്ള ബന്ധം. ഖുർആൻ ഏറ്റവും വലിയ സൂറത്ത് ഏതാണ് അറിയുന്നത്, അത് ഓതുക ഫജ്റിൽ. ഇനി ആയത്തുൽ കുർസി അറിഞ്ഞ ആയത്തുൽ കുർസി ഓദിക്കോ, ആമന റസൂൽ അറിയുകയാണെങ്കിൽ അത് ഓദിക്കോ. ഏറ്റവും വലിയത് നിങ്ങൾ ഓതുക. അതാണ് ഫജ്റിൽ കാട്ടേണ്ടത്. ഫജ്റും മറ്റു നിസ്കാരത്തിനേക്കാളും ഷോർട്ടാക്കി ഇന്നഅതൈനാക്കൽ കൗസർ തന്നെ പാസ്സാക്കാന്ന് പറഞ്ഞാൽ എത്ര അശ്രദ്ധ. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഭാഗമാണിത്. ഏത് സുബഹ് നമസ്കാരം, പ്രത്യേകിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദിവസമാസകലം നൂറുള്ള ദിവസമാക്കി മാറ്റാൻ സുബഹ് നമസ്കാരം ജമാഅത്തോടുകൂടി പള്ളിയിൽ വെച്ചിട്ട് നമസ്കരിക്കുക. ഒരു മാസത്തിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ ഒക്കെ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ശേഷികെട്ട ഈമാൻ്റെ ഉടമകൾക്ക് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ് അള്ളാഹിനോട് മാപ്പിന് ചോദിക്കുക. നമസ്കാരം ഖളാക്കുന്ന പ്രശ്നമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇത് നമസ്കാരം ഖളാക്കുന്ന പ്രശ്നമല്ല. സുബഹ് നമസ്കാരം ഖളാക്കുന്ന പ്രശ്നമുണ്ടല്ലോ, അത് വേറെ ലിസ്റ്റിലാണ് അവരെ പെടുത്തുക. നിങ്ങൾക്ക് അറിയാമോ, സൗദി അറേബ്യയിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ വലിയ ചർച്ച നടക്കുന്ന വിഷയമാണ് ഇന്നത്തെ നിമിഷം വരേക്കും. എന്ത്? അമലുസ് സാലിഹാത്തിനെ ഈമാനിനോട് യോജിപ്പിക്കാതെ മനസ്സിലാക്കൽ ഇർജ ആണെന്നുള്ള പ്രശ്നം. തലബത്തുൽ ഇൽമിന് പെട്ടെന്ന് പറഞ്ഞാൽ കയറും അത് വിദ്യാർത്ഥികൾക്ക്. അമലുസ് സാലിഹാത്ത് ഈമാനോട് കൂടി, അത് ഞാൻ കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ പറഞ്ഞതായി ഓർക്കുന്നു ഇല്ലേ. ഇർജ അതെന്താണ്? ഈമാൻ മാത്രം പോരാ. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖൗലുൻ ബിൽ ലിസാനി വഅമലുൻ ബിൽ അർക്കാനി വഇഅ്തിഖാദും ബിൽ ജിനാനി യസീദു ബിത്താആതി വയൻഖുസു ബിൽ ഇസ്യാൻ. ഖൗലുൻ ബിൽ ലിസാൻ, നാവ് കൊണ്ട് പറയലാണ്. ലാ ഇലാഹ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. നാവ് കൊണ്ട് പറയൽ മാത്രമോ അല്ല. വഅമലും ബിൽ അർക്കാൻ, അതനുസരിച്ചിട്ട് അർക്കാനുകൾ കൊണ്ട്, കൈകൊണ്ട്, കാലുകൊണ്ട്, ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ട് അമൽ ചെയ്യലാണ്. അമലും ബിൽ അർക്കാൻ വഅ്തിഖാദും ബിൽ ജിനാനി, ഹൃദയത്തിൽ കെട്ടുറപ്പുള്ള വിശ്വാസം ഉടലെടുക്കലും ആണ്. പിന്നെയോ വയസീദു ബിത്താആത്ത്, ഈ ഈമാനിന്റെ പ്രത്യേകത എന്താണ്? സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് വർദ്ധിക്കുന്നതാണ്. വയൻഖുസു ബിൽ ഇസ്യാൻ, തെറ്റുകൾ ചെയ്യുമ്പോൾ അത് കുറയുകയും ചെയ്യും. പാപങ്ങൾ ചെയ്യുമ്പോൾ ഈമാൻ കുറയും, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈമാൻ വർദ്ധിക്കും. ഇതാണ് ഒറിജിനൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം എന്നത് നാം പഠിച്ചു വെച്ചതാണ്. ഇത് മറന്നു പോകരുത്. അതുകൊണ്ട് ഈമാനുള്ളവൻ അമലിനെ ഈമാനിനോട് ബന്ധപ്പെടുത്താതെയാണ് ജീവിക്കുന്നതെങ്കിൽ, അമലിൽ ഈമാൻ കഴിഞ്ഞാൽ, ഷഹാദത്ത് കഴിഞ്ഞാൽ ആദ്യത്തെ അമലേതാണ്? ഒഴിവാക്കിയാൽ എന്ന് ഖുർആൻ പറഞ്ഞ, സുന്നത്ത് പറഞ്ഞതായ അമലേതാണ്? നമസ്കാരമാണ്. ആ നമസ്കാരം ഒരാള് മുതഹാവിനും ഒഴിവാക്കട്ടെ, അഥവാ ഖളാക്കലാണ് മുതഹാവിനും ഒഴിവാക്കുക, അഥവാ അശ്രദ്ധ കൊണ്ട് അതിന്റെ ടൈമിൽ നിന്നിട്ട് ഒഴിവാക്കട്ടെ, ടൈമിൽ നമസ്കരിക്കാതിരിക്കട്ടെ, നമസ്കാരം ഉപേക്ഷിക്കുന്നവനായി ജീവിക്കട്ടെ. ഏത് രൂപത്തിൽ ജീവിച്ചാലും അവൻ ഈ ഇനത്തിൽ പെടുമെന്നാണ് നല്ലൊരു ശതമാനം ഇമാമുകൾ, നല്ലൊരു ശതമാനം സഹബാക്കൾ പണ്ട് തന്നെ പറഞ്ഞു പോയത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ. അതുകൊണ്ട് നമസ്കരിക്കാത്തവൻ കാഫിറാണ്, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവന് പ്രയോജനമില്ല എന്ന് പറയുന്നവരാണ് നല്ലൊരു ശതമാനം പണ്ഡിതന്മാര്. അങ്ങനെ പറഞ്ഞില്ല ഇമാം അബൂ ഹനീഫ എന്നത് കാരണത്താൽ അബൂ ഹനീഫ മുതൽ ഇന്ന് വരെ ജീവിക്കുന്ന മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ സമകാലന്മാർ വരേക്കും കർശനമായി അബൂ ഹനീഫയെ എതിർത്തതായിട്ട് ധാരാളം ഗ്രന്ഥങ്ങളിൽ കാണാം.
ഇത് വലിയ ചർച്ച പിടിച്ച വിഷയവും അപകടം പിടിച്ച വിഷയവും ഒക്കെയാണ് ചർച്ച ചെയ്യുന്നത് വിശ്വാസപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഗ്രന്ഥങ്ങളിൽ. ഇത് ഈമാന്റെ കൂടെ അമലില്ലെങ്കിൽ മൂമിനല്ല എന്ന ധ്വനി ഇമാം അബൂ ഹനീഫയിൽ നിന്നിട്ട് ഒരു അവസരത്തിൽ വന്നത് കാരണത്താൽ ഞാൻ പഠിച്ച ദൈവബന്ധിൽ ഞാൻ ഓർക്കുന്ന ഒരു വർഷം ക്ലാസ് നടക്കുമ്പോൾ ഈ തത്വം ഇമാം അബൂ ഹനീഫക്ക് ഉണ്ടായിട്ടില്ല, അങ്ങനെ പറഞ്ഞവർ തെറ്റിയവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ പണ്ഡിതന്മാർ ക്ലാസ് എടുത്തത് ഞാൻ കേട്ടിട്ടുണ്ട്, ഉറുദുവിലും അറബിയിലും. എന്താണത്? ഹനഫികൾക്ക് വലിയ പ്രയാസമാണ് അബൂ ഹനീഫയെക്കുറിച്ച് ആരോപണമുണ്ടായല്ലോ എന്നത് കേൾക്കുമ്പോൾ. ഞാൻ പറയുന്നത് അബൂ ഹനീഫയെ ആക്ഷേപിക്കുന്നതല്ല, ഞാൻ പറയുന്നത് അബൂ ഹനീഫയെക്കുറിച്ച് പർവ്വതം പോലോത്ത ഷാഫി ഇമാമും മാലിക് ഇമാമും അഹമ്മദ് ബിൻ ഹംബലും അതുപോലത്തെ പണ്ഡിതന്മാരും സമകാലന്മാരും അല്ലാത്തവരും എന്തുകൊണ്ട് എതിർത്തു എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിൽ മുൻപന്തിയിൽ വന്നത് നമസ്കരിച്ചവൻ കാഫറാകുമോ ഇല്ലേ എന്ന പ്രശ്നമാണ്. നമസ്കരിക്കാത്തവൻ നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ, ഖളാക്കുന്നവൻ, ഖളാക്കിയാൽ പോയി ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ. ഉദറില്ലാത്ത ഖളാക്കിയാൽ അവൻ നിസ്കാരമില്ല, 100 കൊല്ലം നിസ്കരിച്ചാലും പോയി. അത് അങ്ങനെയുള്ള പരിപാടിയില്ല ഇസ്ലാമിൽ. തോന്നിയതുപോലെ നമസ്കാരത്തെ നാം പിന്തിപ്പിക്കുക, ഇഷ്ടമുള്ള സമയത്ത് നിസ്കരിക്കുക, അതില്ല. അള്ളാഹു, നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം തരാം. എന്താണത്? നമസ്കാരത്തിന് കുറേ നിബന്ധനകളുണ്ട് അല്ലേ? ആ നിബന്ധനകളിൽ പെട്ടതാണ് ശുദ്ധി ഉണ്ടാവണം അല്ലേ? ശുദ്ധിയില്ലാതെ നിസ്കരിച്ചാലോ നിസ്കാരം ബാത്തിലാണ്. അതെ, അതിൽ പെട്ടതാണ് ഖിബിലാക്ക് മുന്നിടണം അല്ലേ? ഖിബിലാക്ക് മുന്നിടാതെ നിസ്കരിച്ചാലോ ബാത്തിലായി. യാത്രയില്ലാത്ത സമയത്ത് ബാത്തിലായി, നിസ്കാരം കൊള്ളൂല. അതുപോലെ തന്നെ ഔറത്ത് മറക്കണം, ഔറത്ത് മറക്കാതെ നഗ്നനായിട്ട് നിസ്കരിച്ചാലോ വസ്ത്രം ധരിക്കാനില്ലാത്തവന്റെ വിധിയല്ല പറയുന്നത്, ഉള്ളതോടുകൂടി എന്തായി? നിസ്കാരം പോയി. ഒതു വേണം, ഒതു ഇല്ലാതെ നിസ്കരിച്ചാലോ നിസ്കാരം പോയി അല്ലേ? അതുപോലെ തന്നെയാണ് ഒരാള് നമസ്കാരം ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് കാബത്തിന്റെ വാതിലിലേക്ക് നിങ്ങൾ മുഖമിട്ട് നിൽക്കുകയാണെങ്കിൽ അതിന്റെ വലത് ഭാഗത്ത് നിന്നിട്ടാണ് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇസ്രാഇന്റെ രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നമസ്കരിക്കാൻ വേണ്ടി പഠിപ്പിച്ച ശൈലി. അതിൽ ആ ദിവസം ഫുള്ളായി 5 വക്ത് നമസ്കാരം എപ്പോൾ തുടങ്ങുന്നു എപ്പോൾ അവസാനിക്കുന്നു എന്നതൊരു ദിവസം, എപ്പോൾ തുടങ്ങുന്നു എന്നതൊരു ദിവസം, എപ്പോൾ അവസാനിക്കുന്നു എന്നത് മറ്റൊരു ദിവസം, അങ്ങനെ തുടക്കവും അവസാനവും പഠിപ്പിച്ചു കൊടുത്തു. 5 വക്ത് നമസ്കാരത്തിന് തുടക്കമുണ്ട്, അവസാനമുണ്ട്. ഫജ്ർ സാദിഖായാൽ സുബ്ഹ് ആരംഭിക്കുന്നു, എന്നിട്ടോ സൂര്യൻ ഉദിക്കുന്ന സന്ദർഭമായി കഴിഞ്ഞാൽ സുബ്ഹ് നമസ്കാരത്തിന്റെ ടൈം അവസാനിക്കുന്നു. ഇതാണ് ടൈം. അള്ളാന്റെ കൽപ്പന വരുന്നു, ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂതാ. സത്യവിശ്വാസികൾക്ക് കൃത്യമായി ടൈം അനുസരിച്ചിട്ട് നമസ്കരിക്കാനാണ് ഈ നമസ്കാരത്തെ അള്ളാഹ് ഇറക്കിയിട്ടുള്ളത്. നമ്മുടെ ഇഷ്ടാനുസരണം ഉറങ്ങുന്നത് പോലെ ഉറങ്ങുക, പോത്തുപോലെ ഇങ്ങോട്ട് ഉറങ്ങുക, ഉണരുമ്പോൾ നിസ്കരിക്കുക പറ്റൂല. പിന്നെയോ നമസ്കരിക്കാൻ വേണ്ടി ഉണരണം, അതിന് ഉണരാൻ വേണ്ടി മാധ്യമങ്ങൾ ഉണ്ടാക്കണം. ആ രൂപത്തിൽ രാത്രി തന്നെ അതിന് സമയം കണ്ടെത്തണം, രാത്രി തന്നെ അതിനുള്ളതായ എല്ലാ ചുറ്റുപാടുകൾ ഒരുക്കി വെക്കണം. അത് ഇസ്ലാമിൻ്റെ നിർബന്ധ ശാസനയാണ്. ഇങ്ങനെയുള്ള അശ്രദ്ധ കാരണത്താൽ നമസ്കാരം ഒഴിവായാൽ എന്താണ് വിധി? നല്ലൊരു ശതമാനം സഹാബാക്കളും അതുപോലെ താബിഈങ്ങളും അതുപോലെ മദ്ഹബിന്റെ ഇമാമിങ്ങളും പറയുന്നത് അവനും കാഫിർ തന്നെയാണ്. കാരണം അമലിനെ ഈമാനിനോട് യോജിപ്പിച്ചില്ല എന്നതുകൊണ്ട്. അപകടം പിടിച്ച കാര്യമാണ് പറയുന്നത്, ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മെ അള്ളാഹ് ശിക്ഷിച്ചത് തന്നെ, കഫീലിന്റെ അടുക്കലേക്ക് നാം വന്നത് തന്നെ ജോലി ചെയ്യാനാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഉറപ്പായ നാം ആ ജോലിയിൽ വീഴ്ച വരുത്താറില്ല, ഒരിക്കലും വരുത്താറില്ല. 10 കൊല്ലമായിട്ട് കഫീലിന്റെ കൽപ്പന അനുസരിച്ചിട്ട് ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഞാനടക്കമുള്ള നാം എല്ലാവരും ചെയ്യുന്നത് അതാണ്. ഞാനിപ്പോൾ 20 വർഷമായിട്ട് ഒരേ ജോലിയിലാണ്. എന്നും രാവിലെ പോകുന്നു, എന്നും ഉച്ചയ്ക്ക് വരുന്നു, എന്നും രാവിലെ പോകുന്നു, എന്നും ഉച്ചയ്ക്ക് വരുന്നു. 20 വർഷമായിട്ട് ഞാൻ കാട്ടുന്നത് പോലെ നിങ്ങളും കാട്ടുന്നു. വീഴ്ചയുണ്ടോ? ഇല്ല. എപ്പോഴെങ്കിലും വീഴ്ച വരാണെങ്കിൽ എന്ത് ചെയ്യുന്നു നാം? അതിന് ഒന്നിരിക്കലും ലീവ് ലെറ്റർ എഴുതി കൊടുക്കേണ്ടി വരുന്നു. ലീവ് ലെറ്റർ എഴുതാതെ ആരെങ്കിലും ഇറങ്ങി പോകാറുണ്ടോ? സ്വന്തം ഇഷ്ടാനുസരണം സംഭവിച്ചിട്ടില്ല, സംഭവിക്കാറില്ല, സ്വീകരിക്കുകയുമില്ല ഗവൺമെന്റ്. അതുപോലെ കഫീല് പിന്നെ അവസാനം ശമ്പളം തരുമ്പോൾ കട്ടാക്കിയിട്ടാ തരാ. ഇതൊക്കെ ചെറിയ ഉദാഹരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജല്ല ജലാലു ഈ പ്രപഞ്ചത്തെ ആസകലം സൃഷ്ടിച്ചത്
എന്തിനു വേണ്ടിയാണ്? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. എന്നിട്ടോ നമ്മെ സൃഷ്ടിച്ചത് അള്ളാഹനെ ആരാധിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞിരിക്കവേ, പിന്നെ ആരാധനയുടെ പ്രധാനപ്പെട്ട ഭാഗം അത് നമസ്കാരമാണ് എന്ന് നാം പഠിച്ചിരിക്കവേ, ആ നമസ്കാരത്തിൽ പ്രധാനപ്പെട്ട ഒരു അമലാണ് എന്ത്? സുബഹി നമസ്കാരം. അതുപോലെ നമസ്കാരം കൃത്യമായിട്ട് അതാതിന്റെ സമയത്ത് നമസ്കരിക്കുക എന്നത് പഠിച്ചതിന് ശേഷം പിന്നെ നാം എന്തെങ്കിലും കാരണം ചെറിയ ചെറിയ ചില്ലറ പ്രശ്നങ്ങൾ എന്നിട്ട് മൂപ്പര് ഉറങ്ങാന്നെ. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രശ്നം എന്താണ് പറയാനുള്ളത്? ഫിലിമാണ്, വേറൊന്നുമില്ലല്ലോ. വലിയ പ്രശ്നം അതാണ്, ഫിലിമാണ്. ഫിലിമോ വിനോദങ്ങളോ, അതാണ് കാരണം പറയാറുള്ളത്. എന്തോടോ നീ കാലേക്കുട്ടി നിസ്കരിക്കാത്തത് എന്ന്, ഉറങ്ങാത്തത്? അഥവാ അങ്ങനെ ഉറക്കമാണ് തടസ്സമെങ്കിൽ കാലേക്കുട്ടി ഉറങ്ങുക. ഒരു മനുഷ്യൻ 5 മണിക്കൂർ, പ്രത്യേകിച്ച് 30 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് 5 മണിക്കൂർ വേണ്ട, 4 മണിക്കൂർ മതി. 4 മണിക്കൂർ. പണ്ടൊക്കെ ഞാൻ കേട്ടതും പഠിച്ചതും ഡോക്ടർമാരിൽ നിന്നിട്ട് 20 വയസ്സിനപ്പുറം 4 മണിക്കൂർ കൃത്യമായിട്ട് തുടർച്ചയായിട്ട് ഉറങ്ങുകയാണെങ്കിൽ ഒരു രോഗവും ഉറക്ക് കുറഞ്ഞത് കാരണത്താൽ ഉണ്ടാവുകയില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നാമൊക്കെ എത്ര ഉറങ്ങിക്കൂട്ടാറുള്ളത്? നാമൊക്കെ ഉറങ്ങുന്നതിന് വല്ല അതിർത്തിയുണ്ടോ? എന്നിട്ട് വരേക്കും സ്വബേ നമസ്കാരത്തെ രക്ഷപ്പെടുത്താൻ, സ്വബേ നമസ്കാരം കൃത്യമായി നമസ്കരിക്കാൻ വേണ്ടി ഉറങ്ങണമെന്ന നിർബന്ധം പലർക്കും ഉണ്ടാവാറില്ല. ഇത് ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് നാം ഓരോരുത്തരും. അതെ, എന്താണ് പറഞ്ഞു വന്നത്? സൂറത്ത് അൽ കഹ്ഫ് ഓതിയാൽ പ്രകാശമായി മാറും എന്നതാണ്. പ്രകാശം, നമുക്ക് വേണ്ടത് പ്രകാശമാണ്. സുബഹി നമസ്കരിച്ചാൽ അള്ളാഹിൻ്റെ കസ്റ്റഡിയിലാണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ അവിടേക്ക് എത്തിയത്. അപ്പോഴാണ് നാം എപ്പോഴും കേൾക്കുന്ന കാര്യമാണെങ്കിലും നിങ്ങൾ ഓർമ്മിപ്പിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, സ്മരിപ്പിച്ചു കൊടുക്കുക. സത്യവിശ്വാസികൾക്ക് പറഞ്ഞത് തന്നെ പറയുകയാണെങ്കിലും ഫലിക്കും. സത്യവിശ്വാസിയാണെങ്കിൽ, ഈമാനുണ്ടെങ്കിൽ കേട്ടത് തന്നെ കേട്ടാലും ഫലിക്കും, ഉപകാരപ്രദമാകും, ഉപയോഗപ്രദമാകും. അല്ലാഹ് പറയുന്നു ഖുർആനിൽ,